അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളുള്ളത് എന്ന് നാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞു. ആസിയയിലെ 7 സഭകൾ, അതിൽ ഒന്നാമത്തെ സഭ എഫേസസ് സഭ. ആ സഭ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭയെന്ന് നാം പഠിച്ചു. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളതായി ആഹ്വാനം നമുക്ക് ലഭിച്ചു. ആദ്യ സ്നേഹം, ഒരു കാലത്തുണ്ടായിരുന്നതായ ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ആദിമസ്നേഹം, ആ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നുള്ള സത്യം അറിഞ്ഞ് അതിവേഗം മനം തിരിയുക എന്നാണ് എഫേസസ് സഭയ്ക്കുള്ളതായ ദൂത്. എഫേസസ് സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ എഫേസസ് സഭ നടത്തുന്ന ദൈവദാസൻ. ആ ദൂതനുള്ളതായ സന്ദേശമാണത്. സഭയുള്ള സന്ദേശം അതുതന്നെ. രണ്ടാമത്തെ സഭ സ്മുർണ സഭ. സ്മുർണ സഭ ഒരു പീഡിത സഭയാണ്, പീഡിപ്പിക്കപ്പെടുന്ന സഭ. പീഡകൾ ധാരാളം ഉണ്ടാകും ക്രിസ്ത്യാനിക്ക്, വിശ്വാസിക്ക്, സത്യവിശ്വാസിയാണെങ്കിൽ. സത്യവിശ്വാസിക്ക് ഒട്ടേറെ പീഡകളുണ്ടാകും. ലോകത്തിൽ നിന്നുള്ളതായ അപമാനങ്ങളുണ്ടാകും, അവഹേളനങ്ങളുണ്ടാകും, നിന്ദകളുണ്ടാകും, പഴിയും ദുഷിയും ഉണ്ടാകും, അനേകം തെറ്റിദ്ധാരണപരമായ പ്രസ്താവനകളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ആക്രമണങ്ങൾ പോലും ഉണ്ടാകും. ആദ്യകാലത്തെ സഭയിൽ, സ്മരണ സഭയിൽ ഒട്ടേറെ പീഡകൾ നേരിടേണ്ടി വന്നു.
റോമൻ ചക്രവർത്തിമാർ 10 ചക്രവർത്തിമാരുടെയും കാലങ്ങളിൽ പീഡയുണ്ടായി. അതിനെക്കുറിച്ചാണ് 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, നീ പേടിക്കേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. നീ പേടിക്കേണ്ട, ഉപദ്രവം ഉണ്ടാകും, പക്ഷേ നീ പേടിക്കേണ്ട. അനേകം പ്രശ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് വരുമെങ്കിലും ഭയപ്പെടേണ്ട എന്നാണ് സഭയോട് പറയുന്നത്. മൂന്നാമത്തെ സഭയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കഴിഞ്ഞ ദിവസങ്ങൾ ചിലതെല്ലാം ചിന്തിച്ചല്ലോ. പെർഗമോസ് സഭ. പെർഗമോസ് സഭ, ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ സഭ ലോകസ്നേഹത്തിന് പിന്നാലെ പോകുന്ന സഭയാണ്. വിഗ്രഹാർപ്പിതം തിന്നുന്ന സഭയാണ്. വിഗ്രഹ സേവയിൽ മുഴുകുന്ന സഭയാണ്. ദൈവാരാധനയിൽ നിന്ന് മാറി വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയ സഭയാണ്. വലിയ കഷ്ടമായിപ്പോയി. 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച അതിൻ്റെ സ്വർഗീയമായ സഭ ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സത്യവിശ്വാസത്തിൽ നിന്ന് മാറി വിഗ്രഹാരാധനയിലേക്ക് മാറിപ്പോയി. വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിതം തിന്നുക, വിഗ്രഹാരാധന. ആ സഭ അന്ന് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് സ്ഥാപിച്ചിരിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നു. ആ സഭയിൽ സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നു, പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഇന്ന് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ, സഭയുടെ പൊതുവായ കാര്യം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ സാത്താന് സിംഹാസനമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? സാത്താന് സിംഹാസനം ഉള്ളതിന് കാരണം നാം ലോകത്തെ സ്നേഹിക്കുന്നു. മൊറാലിറ്റി ഉണ്ട്, സാൻമാർഗീയ പ്രമാണങ്ങളുണ്ട്, സാൻമാർഗീയ പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ട്. അതെല്ലാം നല്ലതാണ്. മദ്യപാനമില്ല, പുകവലിയില്ല, കഞ്ചാവില്ല, മയക്കുമരുന്നില്ല, ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളില്ല, ആരോടും ശണ്ഠയില്ല, ആരുടെയും പൈസ മോഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ കവർച്ച ചെയ്യുന്നില്ല. വളരെ നോക്കിയാൽ വളരെ മാന്യമായിട്ടും സംസ്കാരവിധമായിട്ടുമാണ് നടക്കുന്നത്. സംസ്കാരവിധമായ ജീവിതം, അതൊരു മോറൽ ലൈഫ്, ഒരു സാൻമാർഗീയ ജീവിതം നയിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഈ ലോകത്തുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ലോകസ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. ലോകസ്നേഹം. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിന് ശത്രുവാകുമെന്നാണ് വേദവസ്തം പറയുന്നത്. ലോകത്തിൻ്റെ സ്നേഹിതൻ. നാം അത് എത്രത്തോളം ഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. ലോകസ്നേഹം എനിക്കില്ല എന്ന് അല്ല നാം പറയേണ്ടത്, എനിക്കുണ്ട്. ലോകസ്നേഹമാണ് എന്നെ ഇന്ന് ഭരിക്കുന്നത് നാം തിരിച്ചറിയണം. ലോകസ്നേഹം. മനുഷ്യൻ എന്ത് പറയും? മനുഷ്യനെക്കുറിച്ച് എന്ത് ചിന്തിക്കും? മനുഷ്യർക്ക് എന്നെ ഒരു നിന്ദാപാത്രമാക്കി കാണാൻ ഇടവരുമോ? ഞാൻ നിന്ദാപാത്രമാക്കി അവർ കാണുമോ? മനുഷ്യർക്ക് എന്നോടൊരു നീരസമോ കയ്പോ വരുമോ? അവരുടെ മുമ്പിൽ ഞാനൊരു ഹീനപാത്രമായി തീരുമോ, ഒരു നിന്ദാപാത്രമായി തീരുമോ എന്നിങ്ങനെയുള്ളതായ ചിന്തകൾ നമ്മെ നയിക്കുന്നത് കൊണ്ട് നാം മനുഷ്യരുടെ മുഖം നോക്കുന്നു. വലിയൊരു പാവമാണത്. അതാണ് ഇന്ന് വളരെ സാൻമാർഗീയ പ്രമാണങ്ങൾ പരിരക്ഷിക്കുന്ന ആളുകൾ പോലും, സാൻമാർഗീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ പോലും വീണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കാര്യത്തിലാണ്. മൊറാലിറ്റി ഉണ്ട്, പക്ഷേ ഇന്നും ലോകത്തിൻ്റെ സ്നേഹിതനാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത്. വായിക്കാം. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ വ്യഭിചാരികളാണെന്നാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നതല്ല. ഈ ലോകസ്നേഹമുള്ളവരെല്ലാവരും വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് പറയുന്നത്. സഭ വ്യഭിചാരിണിയായി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ, ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട കന്യക, അവൾ അന്യപുരുഷൻ്റെ കൂടെ ജീവിക്കുന്നതാണ് പറയുന്നത്. ഏതാണ് അന്യപുരുഷൻ? ലോകം. ലോകത്തിൻ്റെ സ്നേഹിതനാകണം. ലോകത്തിൽ മാന്യത കിട്ടണം, ലോകത്തിൽ ബഹുമതി കിട്ടണം, ലോകത്തിൽ അംഗീകാരം കിട്ടണം, റെക്കഗ്നീഷൻ. ലോകത്തിൽ നമ്മെക്കുറിച്ച് നല്ലതെന്നെല്ലാവരും പറയണം. ഇങ്ങനെയുള്ളതായ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണല്ല, മനസ്സിലാക്കുക മാത്രമല്ല അനുഭവിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ലോകസ്നേഹം ഉണ്ട് എന്നറിയുന്നത് പോലും ഇന്ന് പലർക്കും സാധിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ലോകസ്നേഹമുണ്ട്. ഞാനും ഒരു കാലത്ത് മാനസാന്തരപ്പെട്ടതിന് ശേഷം ഒരു കാലത്ത് ഈ ലോകസ്നേഹം എന്ന് പറയുന്ന ഒരു മഹാഭാവം എനിക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മാനസാന്തരപ്പെട്ടു, പ്രകടമായ പാവങ്ങളൊന്നുമില്ല, മനസ്സറിഞ്ഞൊരിതിലേക്ക് പോവുകയില്ല, ക്രിസ്തുവിൻ്റെ ജീവിതം തുറന്നു കൊടുത്തു, ക്രിസ്തു ഹൃദയത്തിൽ വന്നു, ശരി. പക്ഷേ എന്നിൽ ഇങ്ങനൊരു വലിയ ദുഷ്പ്രവണതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ലോകസ്നേഹം, ലോകരുടെ ബഹുമതിക്ക് വേണ്ടിയുള്ളതായ വാഞ്ച, ആഗ്രഹം, ലോകരുടെ മുമ്പിൽ നല്ല പിള്ളയാകാനുള്ളതായ ഒരാഗ്രഹം, ലോകരുടെ മുമ്പിൽ ബഹുമതി കിട്ടാനുള്ളതായ ആഗ്രഹം, നല്ലതെന്ന് പറയാനുള്ളതായ ആഗ്രഹം,
ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ക്ലാസ് ഏറ്റവും നല്ലതെന്ന് കേൾക്കണം, അത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഞാൻ ഏതെല്ലാം രംഗത്ത് നിന്നും അവിടെയെല്ലാം എനിക്ക് പ്രസിദ്ധി കിട്ടണമെന്നുള്ളതായി ആഗ്രഹം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ BEd ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഈ ലോകസ്നേഹം എത്ര കണ്ടുണ്ട് എന്ന് പിന്നീട് ഞാൻ ചിന്തപ്പോഴും മനസ്സിലായുള്ളൂ. അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ ഈ ഇംഗ്ലീഷ് എലക്യൂഷൻ കോമ്പറ്റീഷനും മലയാളം എലക്യൂഷൻ കോമ്പറ്റീഷനും മലയാളം എസ്സേ കോമ്പറ്റീഷനും ഇംഗ്ലീഷ് എസ്സേ കോമ്പറ്റീഷനും എല്ലാം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാനത് വലിയ പൊങ്ങച്ചമായി കരുതിക്കൊണ്ടിരുന്നു, വലിയ പൊങ്ങച്ചമായിട്ട്. അന്ന് ജനറൽ പ്രൊഫഷൻസിക്കുള്ള സമ്മാനം അന്നത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് എനിക്ക് തന്നു. അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. എനിക്ക് വലിയ സന്തോഷമായി എന്ന് മാത്രമല്ല വലിയൊരു അഭിമാനമായി കരുതി. പക്ഷേ അന്ന് ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നയാളാണ്, ക്രിസ്തുവിൻ്റെ വേലക്കാരനാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നവനാണ്. ഇങ്ങനൊരു അപകടം എനിക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനൊരു അപകടം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്, ഇത് വലിയൊരു അത്യാഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. മനുഷ്യൻ എന്നെ മാനിക്കണം, എന്നെ കാണണം എന്നുള്ളതായ ആഗ്രഹം, എന്നെ സ്നേഹിക്കണം, എന്നെ പരിഗണിക്കണം എന്നുള്ളതായ ആഗ്രഹം, എന്നെ എല്ലായിടത്തും മുൻപന്തിയിൽ നിർത്തണം എന്നുള്ളതായ ആഗ്രഹം, ഇതെല്ലാം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു പാവം എന്നുള്ള രീതിയിൽ ഞാനൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല, ഗൗരവം കൽപ്പിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ 36-ാമത്തെ വയസ്സിൽ ആത്മാവിൻ്റെ വിവേചനമരത്തിൻ്റെ മുൻപാകെ ഞാൻ മുട്ടുകുത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ഒരുപടി കാര്യങ്ങൾ തിരുത്താനുണ്ടെന്ന്. ലോകസ്നേഹം, ലോകത്തിൻ്റെ സ്നേഹമുണ്ട്, സ്വയത്തിൻ്റെ സ്നേഹമുണ്ട്. എൻ്റെ ഒരു സ്വയം, സെൽഫ് ഈഗോ, അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. ഇതിങ്ങനെയുണ്ടല്ലോ എനിക്ക്. ഞാൻ ധരിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു, എനിക്ക് പ്രസംഗിക്കാൻ താല്പര്യമുണ്ട്, വചനം പറയാൻ താല്പര്യമുണ്ട്, ചിലർക്ക് പ്രയോജനം കിട്ടുന്നുമുണ്ട്. അപ്പോഴതുകൊണ്ട് ഞാനതിലെല്ലാം അഭിമാനിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ അകത്തൊരു ലോകസ്നേഹം വളരുന്നുണ്ടെന്ന് ഞാൻ ഗ്രഹിച്ചിരുന്നില്ല. ലോകസ്നേഹം, മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് വിളങ്ങാനുള്ള ആഗ്രഹം, മനുഷ്യരുടെ മുമ്പിൽ തിളങ്ങാനുള്ള ആഗ്രഹം, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു നിരാശ, മനുഷ്യരുടെ മുമ്പിൽ ഒരു ബഹുമാനപാത്രമായി തീരുക അല്ലെങ്കിൽ പ്രശംസാപാത്രമായി തീരുക എന്ന് പറയുന്നത് അത് ലഭിക്കാതെ വരുമ്പോൾ ഉള്ളിലൊരു തളർച്ച, ഉള്ളിലൊരു നിരാശ, ഇതൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പിന്നീട് ആത്മാവിൻ്റെ വചനത്തിന് മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടലോടെ കണ്ടത്. ഞാൻ മനസ്സിലാക്കി. പിന്നെ അന്നു മുതൽ പ്രാർത്ഥന അതാണ്. പ്രകടമായ പാവങ്ങളൊന്നും പോയില്ല ഭാഗ്യവശാൽ. പക്ഷേ ഈ ലോകസ്നേഹം എന്ന് പറയുന്നൊരു മഹാഭാവം എന്നിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, എനിക്ക് ലോകസ്നേഹം മാറ്റിത്തരണം. ആരും എന്നെ കാണണ്ട, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരും എന്നെ അറിയണ്ട, ആരും എന്നെ മാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ, ആരും എന്നെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ യേശുവെ, ഹൃദയം കാണുന്നത് നീ എന്നിൽ പ്രസാദിച്ചാൽ മാത്രം മതി. എൻ്റെ കർത്താവെ, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും സാരമില്ല. എൻ്റെ ഹൃദയം കാണുന്ന യേശുവെ, നീ എന്നിൽ സന്തോഷിച്ചാൽ മാത്രം മതി. ഒരു നാൾ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നുള്ള ഒരു ശബ്ദം കേൾക്കാനിടയായാൽ മാത്രം മതി. ഒരു നാൾ ഞാൻ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഒരു ശബ്ദം കേൾക്കാനിടയായാൽ മാത്രം മതി. വേറൊന്നും വേണ്ട എനിക്ക്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക് എന്നുള്ള പാട്ട് ഞാൻ പാടി തുടങ്ങിയത്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. ഉലക സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. സ്തോത്രം. ഒന്നും വേണ്ട കർത്താവേ, ലോകത്തൊന്നും വേണ്ട. ലോകത്ത് എൻ്റെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രം മതി. യേശുവിൻ്റെ ഹൃദയത്തിൽ വാണാൽ മാത്രം മതി. യേശുവിനോട് ഞാൻ ഓരോ നിമിഷവും ചരിച്ചാൽ മാത്രം മതി. യേശു ഇല്ലാത്തൊരു നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ.
ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലേക്ക് കർത്താവിനെ നയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് അങ്ങനെ ഒരു തീരുമാനത്തേക്ക് വന്നു, ശരി. പക്ഷേ പിന്നെയും ഞാൻ കാണുന്നു, ഓരോ ദിവസവും ഓരോ ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് ഇപ്പോൾ ലോകസ്നേഹം പോയിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. ഓരോരോ പരീക്ഷണഘട്ടങ്ങൾ നേരിടുമ്പോഴാണ് അയ്യോ ഞാൻ ഒന്നും ആയില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഒന്നും ആയില്ല, ഒന്നും ആയി തീർന്നിട്ടുമില്ല. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, വെറുതെ ഒരു ഭംഗിയൊക്കെ പറയുകയല്ല. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോകുന്നു. ഇപ്പോഴും ഈ ലോകസ്നേഹനിലുണ്ടല്ലോ, ഇപ്പോഴും ആ ഈഗോയുണ്ടല്ലോ, സ്വയം ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ സ്വയവും ലോകസ്നേഹവും മാറിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ ഞാൻ ആ ഗീതം പിന്നെയും പാടാൻ തുടങ്ങി. ആ ഗീതമല്ല, വേറൊരു ഗീതം. സീയോൻ യാത്ര ഭാരമുണ്ട്, കഷ്ടങ്ങളിൽ തളർച്ചയുണ്ട്. സീയോൻ യാത്ര ഭാരമുണ്ട്, കഷ്ടങ്ങളിൽ തളർച്ചയുണ്ട്. കഷ്ടതയാൽ തികഞ്ഞ എൻ്റെ പ്രാണനാഥൻ കൂടെയുണ്ട്. കഷ്ടതയാൽ തികഞ്ഞ എൻ്റെ പ്രാണനാഥൻ കൂടെയുണ്ട്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. എല്ലാം മറന്ന് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവായ യേശുക്രിസ്തുവിന് പിന്നാലെ, കർത്താവിൻ്റെ പിന്നാലെ ശാന്തമായി, സൗമ്യമായി, എളിമയോടെ ചേർന്ന് നടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ മതി എന്നുള്ള ആ ഒരു ബോധ്യം കിട്ടി. അങ്ങനെ പാടി. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമലിലേന്തി, യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമലിലേന്തി, മന്ദം നടന്ന നിന്റെ കാലടി ഞാൻ പിന്തുടരും. മന്ദം നടന്ന നിന്റെ കാലടി ഞാൻ പിന്തുടരും. സ്തോത്രം. അപ്പോഴാണ് കുരിശിൻ്റെ അർത്ഥം മനസ്സിലായി തുടങ്ങിയത്. കുരിശ് എന്താണ് കുരിശ്? ആ കാണുന്ന രണ്ട് മരക്കഷ്ണങ്ങളല്ല, ആ രണ്ട് മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു രൂപമല്ല. അതിനപ്പുറത്ത് അത്യുന്നതമായ, നിത്യമായ, നിസ്തുലമായ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടാണ് കുരിശ്. അത് മനസ്സിലാകും തോറും ഈ കുരിശിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത്, അവനവൻ്റെ കുരിശും ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ, ആ കുരിശും പേറി പോകുന്നതിൻ്റെ പിന്നാലെ ഞാനും ചേർന്ന് നടക്കുക എന്ന് പറയുന്നത്, സകലരാലും ആക്ഷേപിക്കപ്പെട്ട്, സകലരാലും പരിഹസിക്കപ്പെട്ട്, സകലരാലും നിന്ദിക്കപ്പെട്ട്, സകലരാലും തൂക്കുക എന്ന് വിളിച്ചു പറയുന്ന ആ കഠോര ശബ്ദം കേട്ടുകൊണ്ട്, നല്ല വാക്ക് പറയാൻ ആരുമില്ല, നല്ല വാക്ക് പോലും കേൾക്കാനില്ലാതെ, അങ്ങനെ കുരിശും പേറി സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, അടിയേറ്റിട്ടും തളരാതെ, കുത്തേറ്റിട്ടും വാടാതെ, തുപ്പലേറ്റിട്ടും അല്പം പോലും ഇളകാതെ, അങ്ങനെ ശാന്തമായി കുരിശിൻ്റെ പിന്നാലെ കർത്താവ് പോയ പാദത്തെ പിന്തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലായപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സ്വർഗ്ഗവാതിൽ തുറന്നു കിട്ടി. ഹല്ലേലൂയ! സ്വർഗ്ഗവാതിൽ തുറന്നു കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതാണ് കുരിശിൻ്റെ വഴി, ഇതാണ് ക്രിസ്തീയ വഴി. ഈ വഴിയെ പോകാൻ പലരും ഉണ്ടാവില്ല. ആക്ഷേപം കേൾക്കുമ്പോൾ വാടിപ്പോകും, കാരണം ലോകസ്നേഹം നിൽക്കുന്നു. പരിഹാസം കേൾക്കുമ്പോൾ വാടിപ്പോകും, ലോകസ്നേഹം നിൽക്കുന്നു. ആളുകൾ തടയുമ്പോൾ തളർന്നു പോകും. അയ്യോ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ, നിരാശ. അയ്യോ വാടിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? കുരിശ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, കുരിശിൻ്റെ വഴിയെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കുരിശ്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കുരിശിൻ്റെ വഴി, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ പറയും, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നത് ഇപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. സ്തോത്രം. അപ്പോസ്തലൻ പറയും, ഞാൻ കരയുകയാണെന്നാണ് പറയുന്നത്. അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നത് ഇപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം വയറാണ്. വയറിന് വേണ്ടി അവർ ജീവിക്കുന്നത്. അവരുടെ ദൈവം വയറ്. ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമികളിൽ ചിന്തിക്കും, നമ്മുടെ ഓരോരുത്തരും സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം.
എന്താണ് കുരിശ്? ദൈവത്തിന് സ്തോത്രം. വായിച്ചോളൂ ലാസ്റ്റ് പാരഗ്രാഫ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. കരയുകയാണ്. അനേകർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു, ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഏതാണ്? ലോകത്തെ മാനിക്കുന്നു, ലോകത്തിൻ്റെ സ്നേഹം കൊതിക്കുന്നു, ലോകത്തിൻ്റെ ബഹുമതി ഇച്ഛിക്കുന്നു, ഒരു പാവവും ചെയ്യാതിരിക്കുമ്പോഴും ലോകം വെറുക്കുന്നു, അതാണ് കുരിശ്. ഒരു തെറ്റും വരാതിരിക്കുമ്പോഴും ലോകം പകയ്ക്കുന്നു, അതാണ് കുരിശ്. ഒരു കാര്യത്തിലും ഒരു വീഴ്ച വരാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിൽക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം കാണേ യാതൊരു തെറ്റുമില്ലാത്തത് നിൽക്കുമ്പോൾ ലോകമനുഷ്യരെല്ലാം നമ്മൾ പഴിക്കും ദൂഷിക്കുന്നു, അതാണ് കുരിശ്. അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ക്രൂശിൻ്റെ ശത്രുക്കളായിരിക്കുന്നവർ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദിവസം പറയുകയാണ്, ഈ ഭൂമിയിലൊന്നും ചിന്തിക്കേണ്ട കാലമല്ല ഇപ്പോൾ. നമുക്കൊരു പൗരത്വമുണ്ട് അവിടെ സ്വർഗത്തിൽ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. ഇവിടെയുള്ള കണ്ണീര് തോരും, ഇവിടെയുള്ള വേദനകൾ തീരും, ഇവിടെയുള്ളതായ വ്യാധികൾ മാറും, ഇവിടെയുള്ളതായ ആക്ഷേപങ്ങൾ മാറും, ഇവിടെ തെറ്റിദ്ധരിക്കുന്നവരുടെ എല്ലാം ഭാവം മാറും. പ്രിയപ്പെട്ടവരെ, എല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ രാജാധിരാജൻ വരുമ്പോൾ ആയാവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്, അനേകർ ചേർക്കപ്പെടുന്നത് കാണുമ്പോൾ ഇതുവരെ ആക്ഷേപിച്ചവരെല്ലാം അവർ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് നിരാശയോടെ കരയുന്നൊരു സമയം വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നിങ്ങൾ ക്രൂശിൻ്റെ ബന്ധുക്കളായിത്തീരുക, ക്രൂശിൻ്റെ സാക്ഷികളായിത്തീരുക, ക്രൂശിൻ്റെ മിത്രങ്ങളായിത്തീരുക. ക്രൂശിൻ്റെ മിത്രം, ക്രൂശിൻ്റെ സാക്ഷി. ഓ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതാണ് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. പെർഗമോസഭയ്ക്ക് പറ്റിയ അപകടമാണ് അതാണ് ലോകസ്നേഹം, ലോകമയത്വം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. വാക്യം വായിക്കാം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. മനുഷ്യരെ ഞാൻ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ദാസനാകണമെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്. ലോകത്തിൻ്റെ ഗതിക്ക് എതിരായി നീങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് പാടത്ത് കൃഷി ഉണ്ടായിരുന്നപ്പോൾ പാടത്ത് നെല്ലിന് പുഴുക്കേട് വരുമ്പോൾ നെല്ല് മരുന്നടിക്കും. അന്ന് എൻട്രി എന്നുള്ളൊരു മരുന്നാണ് അടിച്ചുകൊണ്ടിരുന്നത്. വിഷമാണ്. ആ മരുന്ന് വെള്ളം കലർത്തി നെല്ലിൻ്റെ മേലടിക്കും. ഞാനതെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടത്തിൽ വെള്ളമുണ്ട്. ആ കണ്ടത്തിലെ വെള്ളം അടുത്ത കണ്ടത്തിലേക്ക് കുറച്ച് ചെല്ലും, പിന്നെ അടുത്ത കണ്ടത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഈ വിഷം കലർന്ന വെള്ളമാണ് കുറേശ്ശെ പോകുന്നത്. അത് കുറേ അങ്ങോട്ട് പോയി ചെന്ന് അവിടെ തോടുണ്ട്, തോട്ടിലേക്ക് ചെന്ന് ചേരി വെള്ളം. അപ്പോൾ ഈ അല്പാൽപ്പമുള്ള ഈ വിഷം കലർന്ന വെള്ളം കുറച്ചേ ഉള്ളൂ, വളരെ ഡൈല്യൂട്ടാണ്, വളരെ നേർത്ത രീതിയിലാണ് അത് അവിടെ തോട്ടിലെ വെള്ളത്തിൽ കലരുമ്പോൾ ധാരാളം വെള്ളം തോടാണ്. പക്ഷേ ഈ വിഷം കലർന്ന വെള്ളം അല്പം ചേർന്ന് വീഴുമ്പോൾ അതിൽ ധാരാളം പരലുകൾ, മീനുകളുണ്ട്. ഈ മീനിങ്ങനെ തെത്തിക്കളിച്ച് രസിച്ച് ഓളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളം ചെന്ന് വീഴുമ്പോഴേക്കും ചില മീനുകൾക്ക് വിഷം തട്ടും. അപ്പോൾ പെട്ടെന്ന് ചാകുകയില്ല. പെട്ടെന്ന് ഈ വിഷം തട്ടി കഴിയുമ്പോൾ അത് മലക്കം മറിയും. അപ്പോൾ അത് നേരെ പോകുന്നതിന് പകരം മലക്കം മറിഞ്ഞ് അത് അങ്ങനെയുള്ള മീനുകളെല്ലാം താഴോട്ട് ഒഴുകും. അതിന് നീന്തിക്കയറാൻ പറ്റുന്നില്ല. ഒഴുക്കിനെതിരെ നീന്താൻ പറ്റുന്നില്ല. എന്നാൽ വിഷം തട്ടാത്ത മീനുകൾ ഒഴുക്കിനെതിരെ നീന്തി കയറുന്നത് കാണാം. ഞാനത് കണ്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിഷം തട്ടാത്ത മീനുകൾ കുതിച്ച് നീന്തിക്കയറും ഒഴുക്കിനെതിരെ. എത്ര ശക്തമായി ഒഴുക്ക് വന്നാലും ആ മീനുകൾ, വിഷം തട്ടാത്ത മീനുകൾ കുതിച്ച് നീന്തി കയറുന്നത് കാണാം. എന്നാൽ വിഷം തട്ടിയ മീനുകളോ ചാഞ്ഞും ചെരിഞ്ഞും മലർന്നും അതിങ്ങനെ താഴോട്ട് ഒഴുക്കിനൊത്തൊഴുകുന്നു. ഇന്നനേകർ ഒഴുക്കിനൊത്തൊഴുകുന്നവരാണ്, വിഷം തട്ടിയവരാണ്, ലോകസ്നേഹം തട്ടിയവരാണ്. അനേകരിന്ന് ഒഴുക്കിനൊത്തൊഴുകുന്നു, കാലത്തിൻ്റെ ഗതിക്കൊത്തൊണ്ണൊഴുകുന്നു, സമൂഹത്തിൻ്റെ കൾച്ചറിനൊത്തൊണ്ണൊഴുകുന്നു, ഇന്നത്തെ സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളുടെ സംസ്കാരത്തിനൊത്തൊണ്ണൊഴുകി പോകുന്നു. സാഹചര്യങ്ങൾ, ദേശത്തിൻ്റെ സംസ്കാരം, ദേശത്തിൻ്റെ അതാത് കാലത്തിൻ്റെ സംസ്കാരം, അതിനൊത്തൊക്കെ അങ്ങ് ഒഴുകി പോകുന്നു. പലരും അങ്ങനെയാണ്. കാരണം വിഷം തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒഴുകി പോകുന്നത്. എന്നാൽ നിങ്ങൾ
ഈ എതിരെ വരുന്നതായ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിന് നേരെ നീന്തി കയറണമെങ്കിൽ നിങ്ങൾക്ക് വിഷം തട്ടാതിരിക്കണം, ലോകസ്നേഹം തട്ടാതിരിക്കണം. ലോകസ്നേഹം ഒരു കാരണവശാലും നമ്മെ തട്ടരുത്. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ വളരെ കരുതലോടെ ഇരിക്കണം. വിഷം തട്ടാതെ നോക്കണം, ലോകസ്നേഹം തട്ടാതെ നോക്കണം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. പെർഗമോസഭയ്ക്ക് പറ്റിയ അബദ്ധം അതാണ്. ലോകസ്നേഹം വന്നുപോയി, അതുകൊണ്ട് സാത്താനോട് സിംഹാസനം വിട്ടു. ഓർക്കുക, ദൈവവേദിലെ നിൻ്റെ ജീവിതത്തിൽ സാത്താൻ സിംഹാസനം ഇടാൻ കാരണം ലോകസ്നേഹമാണ്, ജഡസ്നേഹമാണ്, മനുഷ്യരുടെ മാനത്തിന് വേണ്ടിയുള്ളതായ ആഗ്രഹമാണ്, മനുഷ്യ പ്രീതിക്ക് വേണ്ടിയുള്ളതായ താല്പര്യമാണ്, ആളുകൾ എന്നെ നല്ലവനായി കാണണമെന്നുള്ളതായ ആഗ്രഹമാണ്, നല്ലത് ആളുകൾ പറയണമെന്നുള്ളതായ ആഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം. യേശു അത് ആഗ്രഹിച്ചില്ല. പക്ഷേ യേശുവിനറിയാമായിരുന്നു നിങ്ങൾ ആരെന്നെ പാവത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന്. പാവത്തെക്കുറിച്ച് ബോധം വരുത്തത്തക്കവണ്ണം കർത്താവ് പാവം ഇല്ലാത്തവനായിരുന്നു, പാവം തൊടാത്തവനായിരുന്നു. ആളുകളെല്ലാം കർത്താവിനെ പരിഹസിച്ചു, പുച്ഛിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് വാക്ക് പറയാം, കർത്താവേ, ലോകത്തിൻ്റെ അടിമയാകാൻ ഞാനില്ല, ലോകത്തിൻ്റെ ദാസനാകാൻ ഞാനില്ല, എനിക്ക് വേണ്ട ലോകയിമ്പം വേണ്ട. കർത്താവേ, നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി, ലോകയിമ്പം വേണ്ട എനിക്ക്. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, ലോകയിമ്പം വേണ്ട എനിക്ക് ലോകയിമ്പം വേണ്ട, ലോകസുഖം വേണ്ട, ജഡിക ഉല്ലാസം വേണ്ട, എനിക്ക് ഒന്ന് മാത്രം മതി. എൻ്റെ യേശു എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, യേശുവിൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മതി, യേശുവിൻ്റെ അവയവങ്ങളെ നിയന്ത്രിച്ചാൽ മതി, യേശുവിൻ്റെ സർവ്വകോശങ്ങളിലും തിങ്ങി നിന്നാൽ മതി, യേശുവിൻ്റെ ആത്മാവിനിൽ നിവസിച്ചാൽ മതി, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശരീരങ്ങളിലൂടെ ഒഴുകിയാൽ മതി, ആ പരിശുദ്ധാത്മാവ് തീയനിൽ കത്തിയാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. നാഥ, അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടതിനായി സ്തോത്രം, ഞങ്ങൾ തൊട്ടതിനായി സ്തോത്രം. കർത്താവേ, തിരുവിലാവ് ഞങ്ങളെ ചേർത്തണയ്ക്കുവാൻ അവിടുന്ന് വിരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവരോട് മനസ്സറിയണമേ. കർത്താവേ, ജീവനുള്ള ദൈവമേ, ചികിത്സയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, അനേക പാവബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, ബന്ധനങ്ങൾ മാറ്റണമേ, ശാപങ്ങൾ മാറ്റണമേ, എല്ലാ പൈശാചിക ബാധകളെയും നീക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.